ബഹിരാകാശ നിലയം മനുഷ്യന്റെ ദിശാഭേദക സ്വപ്നങ്ങളുടെയും അചഞ്ചലമായ ഗവേഷണത്തിന്റെയും സാക്ഷ്യമാണ്. പരിമിതികളില്ലാത്ത ഭ്രമണപഥത്തിന്റെ ഒരു അത്ഭുത കേന്ദ്രം. മനുഷ്യന്റെ സാങ്കേതിക വിദ്യയുടെ മികവും അതിരുകൾ കടന്നറിയാനുള്ള അഭിലാഷത്തിന്റെയും പ്രതീകം. ലോകമെങ്ങും വാർത്തകളിൽ നിറയുന്ന അതേ ബഹിരാകാശ നിലയം. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങാനാകാതെ കുടുങ്ങിപ്പോയ ബഹിരാകാശ നിലയം തകർത്ത് തരിപ്പണമാക്കാൻ ഇലോൺ മസ്ക് ഏതാണ്ട് 7035 കോടി രൂപയ്ക്ക് കരാറുറപ്പിച്ച ബഹിരാകാശ നിലയം. പ്രപഞ്ച രഹസ്യം തേടി മനുഷ്യൻ നടത്തുന്ന പരീക്ഷണങ്ങൾക്കും ഭൂമിയുടെ സുരക്ഷ തേടി നടത്തുന്ന പരീക്ഷണങ്ങൾക്കും ഒരുപോലെ വേദിയാകുന്ന ബഹിരാകാശ നിലയത്തിലേക്ക് നമുക്കൊന്ന് പറന്നു നോക്കാം. ദിവസത്തിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും വർഷത്തിൽ 365 ദിവസവും ഇത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മണിക്കൂറിൽ 27,600 കിലോമീറ്റർ വേഗത്തിലാണ് ഇതിന്റെ സഞ്ചാരം. ഒരു ദിവസം 15.54 തവണയാണ് ഇത് നമ്മുടെ ഭൂമിയെ ചുറ്റുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സ്പേസ് സ്റ്റേഷനിൽ ഗുരുത്വാകർഷണമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടം പോലെ ചവിട്ടി നിൽക്കുക എന്നത് സാധ്യമല്ല. ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ യാത്രികർ അതിനുള്ളിൽ ഒഴുകി നടക്കുകയായിരിക്കും. ഉറങ്ങുവാനായി ആശ്രയിക്കുന്നത് സ്ലീപ്പിംഗ് സ്റ്റേഷനുകളെയാണ്. നിവർന്നു നിന്നോ തലകീഴായോ കിടന്നോ നമുക്ക് ഉറങ്ങാൻ സാധിക്കും. അതുപോലെ പല വശങ്ങളിലായി ആകെ 6 സ്ലീപ്പിംഗ് സ്റ്റേഷനുകളാണ് ഈ നിലയത്തിലുള്ളത്. ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുവാനായി വ്യായാമം ചെയ്യാൻ ജിം സൗകര്യവുമുണ്ട്. ജീവൻ നിലനിർത്തുന്നതിനായി സ്പേസ് സ്യൂട്ടുകൾ അനിവാര്യമാണ്. സ്യൂട്ടിന്റെ പുറകിലായി നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിൽറ്റർ ചെയ്യുന്ന സംവിധാനവും സ്യൂട്ടിന്റെ മുൻഭാഗത്തായി ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ശരീര താപനില നിയന്ത്രിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളും സ്യൂട്ടിന്റെ അകത്തു തന്നെയുണ്ട്. ബഹിരാകാശ നിലയത്തിലെ ടോയ്ലറ്റ് വിചിത്രമായ ഒരു സാങ്കേതിക കൃത്യമാണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റിന്റെ വില ഏകദേശം $19 മില്യൺ ആണ്. വലിപ്പം കുറവായതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. യൂറിൻ പാസ് ചെയ്യാനായി പ്രത്യേകതരം കുഴലാണ് ഉപയോഗിക്കുന്നത്. ടോയ്ലറ്റിൽ പോകാൻ ആവശ്യമായ ടിഷ്യൂ പേപ്പർ ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ലഭ്യമാണ്. നമ്മുടെ പ്രൈവസിക്ക് ആവശ്യമായ വാതിൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും അവിടെയുണ്ട്. ബഹിരാകാശ നിലയത്തിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്ഥലമാണ് കൂപ്പോള. ബഹിരാകാശത്തു നിന്നുള്ള അതിമനോഹരമായ ഭൂമിയുടെ കാഴ്ച അവിടെ നിന്ന് സാധ്യമാണ്. സുനിത ഉൾപ്പെടെയുള്ള ബഹിരാകാശ യാത്രികർ ഒഴിവു സമയം ചിലവഴിക്കുന്നത് ഇവിടെ വന്നിരുന്ന് ഭൂമിയെ കണ്ടുകൊണ്ടാണ്. ബഹിരാകാശ നിലയം അതിൻ്റെ വിസ്മയജനകമായ സാങ്കേതിക വിദ്യകളും അറിവിൻ്റെ അതിരുകൾ തൊടാനുള്ള മനുഷ്യൻ്റെ അതുല്യ സ്വപ്നങ്ങളും നമ്മെ എല്ലായ്പ്പോഴും പ്രചോദിപ്പിക്കുന്നു.